നമസ്കാരം. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് സതീശൻ. ഇവിടെ ഇവിടെ ഞാൻ വാൻഗാർഡ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞ സെക്യൂരിറ്റിയുടെ ഇൻചാർജുള്ള ആളാണ്. എൻ്റെ ഈ കീഴിൽ 12 സെക്യൂരിറ്റിയോളം ഞാനിപ്പോൾ ഈ ദേവസ്വത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഏജൻസിയാണ് വാൻഗാർഡ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ തൃശ്ശൂരാണ് ഇതിൻ്റെ ഇത്. നമുക്ക് പൂരത്തിനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പൂരത്തിൻ്റെ ഒന്ന് നമുക്ക് സെക്യൂരിറ്റിക്കാരെ കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. അതിപ്പോൾ എനിക്ക് പ്രാബല്യത്തിൽ വന്നു. അതിനുവേണ്ടി എല്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളും എല്ലാവരുടെയും സഹകരണങ്ങളും ഉണ്ടായി എനിക്കതിന്. കാരണം ഇവിടെ ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ ജനങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഇന്നലെ വെടിക്കെട്ടിന് എന്തോരം ജനങ്ങളുടെ അടുത്ത് എന്തോരം പറഞ്ഞാലും മാറി നിൽക്കില്ല. അവർക്ക് കയറി അവരെ കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ വണ്ടികൾ വരുമ്പോൾ പാർക്ക് ചെയ്യിക്കുമ്പോൾ അത് മാറ്റണം. ഇപ്പോൾ ഇന്ന് തന്നെ 7 കണ്ടം കിടക്കുന്ന പരിപാടിയുണ്ട്. അവിടേക്ക് വണ്ടികളൊക്കെ പാടത്തേക്ക് ഇറക്കി നിർത്തിക്കുന്നത്, അതൊക്കെ ഒതുക്കി പാർക്ക് ചെയ്യിക്കണം. അതൊക്കെ സെക്യൂരിറ്റിക്കാരുടെ ചുമതലയാണ്. പിന്നെ വൈകുന്നേരം കഴിഞ്ഞാൽ മേള പോയി കഴിഞ്ഞാൽ മേളക്കാരുടെ അടുത്തേക്ക് കൂടുതൽ ജനങ്ങൾ തള്ളി വരാണ്ടിരിക്കണതും നോക്കേണ്ടത് വാളണ്ടിയേഴ്സും അതിൻ്റെ ഒപ്പം തന്നെ സെക്യൂരിറ്റിക്കാരുടെ ഫുൾ ഇതും വേണ്ടി വരും. ഈ ഇങ്ങനെ സെക്യൂരിറ്റീസൊക്കെ നോക്കുന്ന സമയത്ത് പല സെക്യൂരിറ്റിമാരും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതായത് പല ആൾക്കാർ അവരുടെ അടുത്ത് ചീത്ത രീതിയിൽ പെരുമാറും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് എവിടെയും പറഞ്ഞിട്ടുള്ള. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ തന്നെ ഭക്ഷണം നമ്മുടെ ഇവിടെ പ്രസാദ് ഊട്ടാണ്. അവിടെ പ്രസാദ് ഊട്ടിൻ്റെ ടൈമിൽ ടോക്കൺ മേടിച്ചിട്ട് നമ്മൾ കൊടുക്കണമെങ്കിലും ആ ടോക്കൺ മേടിക്കാൻ വേണ്ടി നിന്നപ്പോഴും നമുക്ക് ആ സെക്യൂരിറ്റിക്കാർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലവരും ചാടിക്കടക്കാൻ നോക്കുന്നു. പിന്നെ അതുപോലെ പാസ് ഇല്ലാണ്ട് ഞാൻ ഇന്ന ആളാണ് മറ്റേ ആളാണ് എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോകും. അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, ഇവിടേക്ക് വണ്ടി വിടരുതെന്ന് പറഞ്ഞാൽ ആദ്യം ആ വണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ഏറ്റവും എന്നുള്ള വാശിയിലാണ് നമ്മൾ ജനത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത്. നമുക്ക് അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല. ചില ആൾക്കാർ മാത്രമല്ല, ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാം സഹകരിക്കുന്ന ആൾക്കാരും നമ്മുടെ ഇതിലുണ്ട്. ഈ പ്രത്യേകിച്ച് ബ്യൂറോക്രാറ്റ്സ് അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അപകടം സംഭവിക്കുമ്പോൾ അപ്പോഴൊക്കെ പെട്ടെന്ന് വണ്ടികൾ കടത്തി വിടേണ്ട ഒരു അത്യാവശ്യം വരും. ഈ ജനത്തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണ് അതിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾ അതിനുള്ള കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ആംബുലൻസും ഫയർഫോഴ്സ് ആയാലും ശരി ആംബുലൻസ് ആയാലും ശരി അതിൻ്റെ രീതിയിലാണ് നമ്മൾ ഇടുകയുള്ളൂ. അതനുസരിച്ചിട്ടാണ് ജനങ്ങളുടെ ഇത് കൺട്രോൾ ചെയ്യുള്ളൂ. ആ സമയത്ത് ഇന്നലെ തന്നെ ആംബുലൻസ് പല പ്രാവശ്യം പോയപ്പോഴും ഞങ്ങൾ വിസൽ കയ്യിൽ വെച്ചേക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം വിസൽ അടിച്ചുകൊണ്ടിരിക്കും. ആംബുലൻസിൻ്റെ ലൈറ്റ് ഈ സിഗ്നലും അതുപോലെ വിസലും കൂടി കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ തനിയെ മാറിക്കൊടുക്കും. അങ്ങനെ ഇന്നലെ ഉണ്ടായ ഇതിൽ തന്നെ വിസലടിച്ച് ആൾക്കാരെ ജനങ്ങളിലാണ്. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം എത്ര സെക്യൂരിറ്റീസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്? ഇപ്പം ഇന്ന് ഞങ്ങൾ 12 പേരെയാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഈ 12 പേര് മതിയാവുമോ ശരിക്കും? 12 പേര് മതിയാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കണ്ടീഷനിൽ പിന്നെന്ന് വെച്ചാൽ അഡീഷണൽ നമുക്ക് പോലീസുകാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഈ 2 ഗാർഡിന് ഇട്ട് കൊടുത്താലും നമുക്ക് പറ്റും. പക്ഷേ മറ്റുള്ളതെന്ന് വെച്ചാൽ ഇന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 10 ഗാർഡാണ് വെച്ചത്. പക്ഷെ പോലീസ് ഉണ്ടായിരുന്നു, എന്നാലും കുറവായിരുന്നു. പക്ഷേ വെടിക്കെട്ടുള്ളതുകൊണ്ട് കണ്ടമാനം തിരക്ക് വന്നു. പിന്നെ തെച്ചിട്ടോ രാമേന്ദ്രൻ അറിയാലോ, ഫേമസ് ആനകൾ വരുമ്പോൾ അതിൻ്റെ ഫാൻസുകൾ കണ്ടമാനം ഉണ്ടായിരുന്നു. അവരുടെ ഉന്തിത്തള്ളിക്കയറ്റവും ആനയുടെ അടുത്തേക്ക് പോകാനും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഈ പൂരത്തിന് ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നത് അതിനെ കുറിച്ചിട്ട് എന്താ? പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ പൂരം ഉള്ളത്? നമുക്ക് ഏറ്റവും കൂടുതൽ വെടിക്കെട്ടും ആനത്തിൻ്റെ പൂരമാണ് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ആന ഇല്ലാണ്ട് നടത്തി കഴിഞ്ഞാൽ എന്താണുള്ളത് കാര്യമുള്ളത്? അതുപോലെ ആറാട്ടുപുഴ പൂരത്തിന് എന്ന് വെച്ചാൽ ആനയാണ് മെയിനായിട്ട് പ്രധാനം. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ 89, 69 അങ്ങനെ ഇനി കൂട്ടി എഴുന്നള്ളിപ്പ് വരുന്നുണ്ട്. അതിൽ ഇഷ്ടംപോലെ ആനകൾ വരുന്നുണ്ട്, ഓരോ ദേവസ്വത്തിൻ്റെ ആനകൾ വരുന്നുണ്ട്. അപ്പോൾ ആനകളില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പൂരം നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് പൂരത്തിന് ആന വേണ്ട എന്നൊക്കെ. പക്ഷേ നമ്മുടെ അഭിപ്രായത്തിൽ ആന ഇല്ലാണ്ട പൂരമില്ല. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.